നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരിയിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. വിരുപ്പാക്ക സ്വദേശി ഷെരീഫാണ് മരിച്ചത്. ജില്ലയിൽ സമാന രീതിയിലുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ദേശീയപാത 66 മണത്തല അയിനിപ്പുള്ളിയിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയിലെ താൽക്കാലിക ഡിവൈഡറിലിടിച്ച് 3 പേർക്ക് പരിക്ക്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. റേഷൻ കാർഡ് മസ്റ്ററിങ്ങിന് ഇനി 2 നാൾ മാത്രം. മസ്റ്ററിംഗ് നടത്താത്തവർക്ക് റേഷൻ കാർഡുകളിലെ പേരും വിഹിതവും നഷ്ടപ്പെട്ടേക്കും. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരിയിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. വിരുപ്പാക്ക സ്വദേശി ഷെരീഫാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെയാണ് വിരുപ്പാക്കയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഷെരീഫിനെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ മാസം വരവൂർ പിലാക്കാട് പാടശേഖരത്തിൽ കാട്ടുപന്നിയെ പിടികൂടുവാൻ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾ മരിച്ചിരുന്നു. ജില്ലയിൽ സമാനമായ രീതിയിലുള്ള അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഏകാദശി വിശേഷം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പാരമ്പര്യാവകാശികളായ പത്തുകാർ കുടുംബത്തിന്റെ വക ഏകാദശി വിളക്ക് ആഘോഷിച്ചു. രാവിലെയും ഉച്ചതിരിഞ്ഞും കാഴ്ചശീവേലയ്ക്ക് പെരുവനം സതീശൻ മാരാർ, ഗുരുവായൂർ ശശി മാരാർ എന്നിവരുടെ മേളം അകമ്പടിയായി. സന്ധ്യയ്ക്ക് ഗുരുവായൂർ വിഷ്ണുവും ഗുരുവായൂർ കാർത്തിക്കും ചേർന്നുള്ള തായമ്പകയും ഉണ്ടായി. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികളും അരങ്ങേറി. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യവും സംഘവും അവതരിപ്പിച്ച കഥകളി ശ്രദ്ധേയമായി. വിളക്കാഘോഷത്തിന്റെ 19ാം ദിവസമായ നാളെ തൃശൂർ PG ബാലൻ വക വിളക്കാഘോഷമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണ്ഡലകാല ആചാരവിശേഷമായ അങ്കൂലിയാങ്കം കൂത്ത് ആരംഭിച്ചു. 12 ദിനങ്ങളിൽ അരങ്ങേറുന്ന അങ്കൂലിയാങ്കം കൂത്ത് ആചാരപ്രധാനമാണ്. ഹനുമാൻ വേഷത്തിൽ രാമായണം കഥ ആംഗ്യഭാഷയിലൂടെ അവതരിപ്പിക്കുന്നതാണ് അങ്കൂലിയാങ്കം. ശ്രീലകത്ത് നിന്ന് നൽകിയ അഗ്നി കൂത്തമ്പലത്തിലെ മണ്ഡപദീപത്തിൽ പകർന്നതോടുകൂടിയാണ് കൂത്താരംഭിച്ചത്. പന്തിരടി പൂജയ്ക്ക് മുൻപ് കുട്ടഞ്ചേരി സംഗീത് ചാക്യാർ ഹനുമാൻ വേഷധാരിയായി നാലമ്പലത്തിൽ പ്രവേശിച്ച് സോപാനപ്പടി കയറി മണിയടിച്ച് ഗുരുവായൂരപ്പനെ വണങ്ങി. ദക്ഷിണ സ്വീകരിച്ച് ശ്രീലകത്ത് നിന്ന് മേൽശാന്തി തീർത്ഥവും പ്രസാദവും നൽകി. നാലമ്പലത്തിനുള്ളിൽ മേൽവസ്ത്രം ധരിച്ച് പ്രവേശിക്കാനും ദർശനം നടത്താനുമുള്ള അവകാശം അങ്കൂലിയാങ്കത്തിലെ ഹനുമാൻ വേഷധാരിയായ ചാക്യാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഹനുമാൻ നേരിട്ട് വന്ന് ഭഗവാനെ തൊഴുത് പ്രസാദം സ്വീകരിക്കുന്നുവെന്നാണ് സങ്കല്പം. ശ്രീലകത്ത് നിന്ന് മേൽശാന്തി നേരിട്ട് പ്രസാദം നൽകുന്നതും ഹനുമാന് മാത്രമാണ്. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകന്റെ പുല്ലാങ്കുഴൽ കച്ചേരി ശ്രദ്ധേയമായി. ദേശീയ മാധ്യമരംഗത്ത് വേറിട്ട വാർത്തകളിലൂടെ ശ്രദ്ധേയനായ T. രാമോർമനാണ് സംഗീതരംഗത്തും മികവ് തെളിയിച്ചത്. കഥന കുതൂഹലം രാഗത്തിൽ രഘുവംശ സുധ എന്ന കീർത്തനമാണ് വായിച്ചത്. പുല്ലാങ്കുഴൽ നിർമ്മാണ വിദഗ്ധനും സംഗീതജ്ഞനുമായ TS ശിവദാസന്റെ കീഴിൽ 5 വർഷം മുൻപാണ് രാമവർമ്മൻ പുല്ലാങ്കുഴൽ അഭ്യസിച്ചത്. കഴിഞ്ഞ 4 വർഷമായി ചെമ്പൈ സംഗീതോത്സവത്തിൽ കച്ചേരി അവതരിപ്പിക്കാറുണ്ട്. പ്രശസ്തമായ തഞ്ചാവൂർ, തിരുവായൂർ സംഗീതോത്സവത്തിലും ഇദ്ദേഹം കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട്. ഗുരു ശിവദാസനും കൂടെ ഉണ്ടാകാറുണ്ട്. ശിവമയം സുനിൽ വയലിനിലും ആലുവ ഗോപാലകൃഷ്ണൻ മൃദംഗത്തിലുമായി പക്കമേളമൊരുക്കി. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സൗന്ദര്യവൽക്കരണം നടത്തുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. മേൽപ്പാലത്തിന് താഴെ ഭാഗം നാടോടികൾ താവളമാക്കി. KV സുബേർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ നവംബർ 14-ലാണ് മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രഖ്യാപിച്ച മേൽപ്പാലത്തിന് താഴെയുള്ള സൗന്ദര്യവൽക്കരണം 1 വർഷം കഴിഞ്ഞിട്ടും എങ്ങുമെത്തിയില്ല. ഓപ്പൺ ജിം, ഫുഡ് സ്ട്രീറ്റ് എന്നിവ നിർമ്മിക്കുമെന്നായിരുന്നു മന്ത്രി അറിയിച്ചത്. ഇതിനായി MLA ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് NK അക്ബർ MLAയും അറിയിച്ചിരുന്നു.
സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മേൽപ്പാലത്തിന് താഴെ ടൈൽ വിരിച്ചിട്ടുണ്ട്. പാലത്തിന് താഴെ സാമൂഹ്യവിരുദ്ധരുടെ താവളം ആകാതിരിക്കാൻ ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ച് മറയ്ക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും നടന്നിട്ടില്ല. ഇപ്പോൾ മേൽപ്പാലത്തിന് താഴ്ഭാഗം ഉത്തരേന്ത്യൻ തെരുവോരങ്ങളുടെ പ്രതീതിയിലാണ്. നൂറുകണക്കിന് നാടോടികളാണ് പാലത്തിന് താഴെ തമ്പടിച്ചിരിക്കുന്നത്. ഇവർ ഭക്ഷണം പാചകം ചെയ്യുന്നതും പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നതും പാലത്തിന് താഴെയാണ്. പരിസരത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതുമൂലം വ്യാപാരികൾ പകർച്ചവ്യാധി ഭീഷണിയിലാണ്. ഈ സ്ഥിതി തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് പരിസരത്തെ വ്യാപാരികൾ പറഞ്ഞു. ഇതിനോട് ചേർന്ന് കിടക്കുന്ന പറമ്പുകളിലെല്ലാം വെളിയുടെ വിസർജനം നടന്നുകൊണ്ടിരിക്കുന്നു. മലിനജലം കെട്ടിക്കിടക്കുന്നു. ഇനി ഈച്ചകൾ പരന്നു തുടങ്ങി. ഇനിയും അസുഖങ്ങളും വീണ്ടും ഞങ്ങൾ വലിയൊരു ദുരിതത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇനി എന്ത് പ്രതിഷേധമാണ് കാണിക്കുന്നത്? ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ലാതെ ആയി തുടങ്ങിയെങ്കിലും ഞങ്ങൾ വീണ്ടും പ്രതിഷേധം ഉയർത്താനുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരസഭാ അധികൃതർ കണ്ണു തുറക്കുന്നുള്ള ഒരു സമീപനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ശക്തമായ പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങുമെന്ന് എല്ലാ അധികാരികളോടും ഞങ്ങളൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. പകൽ സമയത്ത് ജോലിക്ക് പോയി രാത്രി പാലത്തിന് താഴെ ഉറങ്ങാൻ എത്തുന്നവരുണ്ട്. പകൽ സമയം മുഴുവൻ പാലത്തിന് താഴെ വിശ്രമിച്ച് രാത്രി നഗരത്തിൽ ഇറങ്ങുന്നവരുമുണ്ട്. മോഷ്ടാക്കളും സാമൂഹ്യവിരുദ്ധരുമാണ് ഇത്തരം സംഘങ്ങളിലുള്ളത്. ഇവർ പലപ്പോഴും മദ്യപിച്ച് വഴക്കിടുന്നത് പാലത്തിന് താഴെയുള്ള പതിവ് കാഴ്ചയാണ്. ഇതിനെല്ലാം അറുതി വരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. കടവല്ലൂരിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പടിഞ്ഞാറ്റുമുറി പുലിയോടത്ത് 52 വയസ്സുള്ള അജിത് കുമാർ, മകൾ 11 വയസ്സുള്ള നന്മയ എന്നിവർക്കും കോത്താളിക്കുന്ന് സ്വദേശിയായ യുവാവിനുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ പെരുമ്പ്ലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അജിത് കുമാറിന്റെയും മകളുടെയും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വ്യാഴാഴ്ച രാവിലെയാണ് കടവല്ലൂർ സഹകരണ ബാങ്കിന് സമീപം അപകടമുണ്ടായത്. ദേശീയപാത 66 മണത്തല അയിനിപ്പുള്ളിയിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയിലെ താൽക്കാലിക ഡിവൈഡറിൽ ഇടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ബിജോയ്, സഹോദരി ഷീബ, മകൾ അന്ന എന്നിവർക്കാണ് പരിക്ക്. വ്യാഴാഴ്ച പുലർച്ചെ 5 മണിയോടുകൂടിയായിരുന്നു അപകടം. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കാറാണ് ഡിവൈഡറിൽ ഇടിച്ചത്. പരിക്കേറ്റവരെ കോട്ടപ്പുറം ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി നിർമ്മിച്ച ഡിവൈഡറിൽ അപകടം പതിവാവുകയാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മുസ്താഖ് അലി ആവശ്യപ്പെട്ടു. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഹൈവേ അതോറിറ്റിക്കും മറ്റ് അധികാരികൾക്കുമെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സി മുസ്താഖ് അലി കൂട്ടിച്ചേർത്തു. NH66 ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പണിക്കിടയിൽ നിരവധി അപകടങ്ങൾ ഉണ്ടാവുകയും കുറേ പേർ മരിക്കുകയും നിരവധി ആളുകൾ ഇന്ന് ചികിത്സയിലുമാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായി നിരന്തരമായി ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം തൃപ്രയാറിൽ 5 മനുഷ്യജീവനുകളാണ് ഒരേ സമയത്ത് മരണപ്പെട്ടത്. ഹൈവേയുടെ പണി നടക്കുന്ന മേഖലകളിൽ അപകട സൂചനാ ബോർഡുകൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്നും മനഃപൂർവ്വം അപകടമുണ്ടാക്കുന്ന വാഹന ഉടമകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. CPM കണ്ടാണശ്ശേരി ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി. ചൊവ്വലൂർ ദോഫാർ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ PN സുഗുദേവൻ നഗറിൽ പ്രതിനിധി സമ്മേളനത്തോടുകൂടിയാണ് 2 ദിവസങ്ങളായി നടക്കുന്ന ലോക്കൽ സമ്മേളനത്തിന് ആരംഭമായത്. മുതിർന്ന പാർട്ടി അംഗം ബാലകൃഷ്ണൻ നരിയംപുള്ളി പതാക ഉയർത്തി. ഗോപകുമാർ രക്തസാക്ഷി പ്രമേയവും വിനു ജോൺസൺ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി ഗോപകുമാർ കൺവീനറായി പ്രമേയ കമ്മിറ്റിയും MV സന്തോഷ് കൺവീനറായി മിനിറ്റ്സ് കമ്മിറ്റിയും ഹരീഷ് കണ്ടംപുള്ളി കൺവീനറായി രജിസ്ട്രേഷൻ കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PA മുസ്തഫ, NS ധനൻ, ഷീബ ചന്ദ്രൻ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. ലോക്കൽ സെക്രട്ടറി KK സതീശൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിസ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, ഏരിയ സെക്രട്ടറി MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MB പ്രവീൺ, KG പ്രമോദ് എന്നിവർ സംസാരിച്ചു. ചർച്ചകളെ തുടർന്ന് MV സന്തോഷ് സെക്രട്ടറിയായി 15-അംഗ ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. വെള്ളിയാഴ്ച നടക്കുന്ന റെഡ് വളണ്ടിയർ മാർച്ച്, പ്രകടനം, പൊതുസമ്മേളനം എന്നിവയോടെ ലോക്കൽ സമ്മേളനത്തിന് സമാപനമാകും. CCTV ന്യൂസ്, കേച്ചേരി.
വിദ്യാർത്ഥികൾ കഥയും കവിതയും എന്ന സർഗലോകത്തിലേക്ക് മടങ്ങി വെളിച്ചത്തെ കണ്ടെത്തണമെന്ന് പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ. പെരുമ്പിലാവ് അൻസാർ ക്യാമ്പസിൽ IPH പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ MI അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. അൻസാർ സ്കൂൾ വിദ്യാർത്ഥികളായ ദിയ സെറിൻ, ആയിഷ സെഹ്റ എന്നിവർ രചിച്ച പുസ്തകങ്ങളുടെ പ്രകാശനം MI അബ്ദുൾ അസീസിൽ നിന്ന് AA ഹലീമും ഡോക്ടർ മഹമ്മൂദ് ഷിഹാബിൽ നിന്ന് ഷാജു മുഹമ്മദ് ഉണ്ണിയും ഏറ്റുവാങ്ങിക്കൊണ്ട് നിർവഹിച്ചു. സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജി മുഹമ്മദ്, ഇസ്ലാമിക വിജ്ഞാനകോശം എക്സിക്യൂട്ടീവ് എഡിറ്റർ ഡോക്ടർ AA ഹലീം, IPH ജില്ലാ കോർഡിനേറ്റർ EA റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. റേഷൻ കാർഡ് മസ്റ്ററിങ്ങിന് ഇനി 2 നാൾ മാത്രം. മസ്റ്ററിംഗ് നടത്താത്തവർക്ക് റേഷൻ കാർഡുകളിലെ പേരും വിഹിതവും നഷ്ടപ്പെട്ടേക്കും. റേഷൻ കാർഡ് മസ്റ്ററിങ്ങിനുള്ള സമയപരിധി അവസാനിക്കുമ്പോൾ അവസരം വിനിയോഗിക്കാത്തവർക്ക് കാർഡുകളിലെ പേരും വിഹിതവും നഷ്ടപ്പെടാനാണ് സാധ്യതയുള്ളത്. നവംബർ 30 വരെ മാത്രമാണ് റേഷൻ കാർഡ് മസ്റ്ററിങ്ങിന് സമയം നൽകിയിട്ടുള്ളത്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ള കുടുംബങ്ങളിലെ അംഗങ്ങളാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കേണ്ടത്. ഇനിയും 15% ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കണക്കനുസരിച്ച് 21 ലക്ഷം പേരാണ് ഇനിയും മസ്റ്ററിംഗ് നടത്താൻ ബാക്കിയുള്ളത്. റേഷൻ കടകളിൽ കൂടാതെ മൊബൈൽ ആപ്പായ മേര KYCയിലൂടെയും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. സമയപരിധി അവസാനിച്ചാൽ മഞ്ഞ, പിങ്ക് കാർഡുകളിലെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും തിരിച്ചറിയാൻ ഭക്ഷ്യവകുപ്പ് പ്രത്യേകാന്വേഷണം നടത്തും. മൊബൈൽ ആപ്പിലൂടെ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടും വലിയൊരു വിഭാഗം ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയായതോടെയാണ് അന്വേഷണം. വിരലടയാളവും കണ്ണടയാളവും പൊരുത്തപ്പെടാത്തവർക്കായാണ് മൊബൈൽ ആപ്പിലൂടെയുള്ള മസ്റ്ററിംഗ് ആരംഭിച്ചത്. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത 21 ലക്ഷം പേരിൽ മരിച്ചവർ എത്രയാണെന്ന കൃത്യമായ കണക്കുകൾ ഭക്ഷ്യവകുപ്പ് പരിശോധിക്കും. ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് റേഷൻ കാർഡുകളിലെ പേരും റേഷൻ വിഹിതവും നഷ്ടപ്പെട്ടേക്കുമെന്നാണ് സൂചന. CCTV ന്യൂസ്, കേച്ചേരി. വടക്കേക്കാട് മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. പഞ്ചായത്തിലെ 8ാം വാർഡിൽ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് പന്നിക്കൂട്ടത്തെ നാട്ടുകാർ കണ്ടത്. തൊഴിയൂർ പള്ളി, സ്കൂൾ പരിസരങ്ങളിലും അഞ്ഞൂർ പാലം ഭാഗത്തും പിള്ളക്കാട് എന്നിവിടങ്ങളിലെ കൃഷി നശിപ്പിക്കപ്പെട്ടു. രാത്രികാലങ്ങളിൽ ബൈക്ക് യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ പന്നിക്കൂട്ടം. പകൽ സമയത്തും നിർഭയം വിഹരിക്കുന്ന കാട്ടുപന്നികൾ വീടുകളിലേക്ക് മറ്റും അതിവേഗത്തിൽ ഓടിയെത്തുന്നത് നാട്ടുകാർക്ക് ഭീതിയാവുകയാണ്. ഇവയുടെ ശല്യം പരിഹരിക്കാൻ അധികൃത നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ ജനവാസ മേഖലയിൽ കാട്ടുപന്നി ഇറങ്ങുന്നത് ഇതാദ്യമായിട്ടാണ്. കുട്ടികളടക്കം നിരവധി പേർ യാത്ര ചെയ്യുന്ന ഇടത്തിലാണ് ഇവയുടെ ശല്യം ഉയർന്നിരിക്കുന്നത്. രാത്രിയായാൽ ഇവയുടെ സഞ്ചാരം ഇരുചക്രവാഹന യാത്രികർക്കും ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. തലക്കോട്ടുകരയിൽ ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രം കത്തിനശിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ തലക്കോട്ടുകര ആശാരിമൂല ട്രാൻസ്ഫോർമറിനടുത്തുള്ള ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രത്തിന്റെ ഷെഡാണ് കത്തിനശിച്ചത്. തലക്കോട്ടുകര സ്വദേശി വിശ്വനാഥന്റെ വീടിനോട് ചേർന്നുള്ള ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിക്കുന്ന ഷെഡാണ് വ്യാഴാഴ്ച പുലർച്ചെയോടെ അഗ്നിക്കിരയായത്. സമീപമുള്ള കോൺട്രാക്ടറുടെയും മറ്റുള്ളവരുടെയും വീട് നിർമ്മാണത്തിനാവശ്യമായ വാതിലുകൾ, കട്ടിലകൾ, ജനൽ തുടങ്ങി നിർമ്മാണം പൂർത്തിയായവയും ഫർണിച്ചറുകൾ നിർമ്മിക്കാനായി കരുതിയിട്ടുള്ള മര ഉരുപ്പിടികളുമാണ് കത്തിനശിച്ചത്. പുലർച്ചെ ആയതിനാൽ സംഭവം നടന്നത് വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. പിന്നീട് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഷെഡ് കത്തിനശിച്ച വിവരം ഉടമ അറിയുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീയണച്ചു. തീപിടുത്തത്തിൽ വീടിന് ഭാഗികമായി നാശം സംഭവിച്ചിട്ടുണ്ട്. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ സ്ഥലം സന്ദർശിച്ചു. ഏകദേശം 3 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് കണക്കാക്കുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർക്ക് മാനസികാരോഗ്യ സമ്മർദ്ദ ലഘൂകരണത്തിനായി പരിശീലനം സംഘടിപ്പിച്ചു. ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ പ്രൊജക്ട് ഓഫീസർ M രാജശ്രീ, കൗൺസിലർ ലിറ്റി പീറ്റർ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് സി, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് നിത ശ്രീനി എന്നിവർ സംസാരിച്ചു. പൊതുജനാരോഗ്യ പ്രവർത്തകർ, സ്റ്റാഫ് നഴ്സുമാർ, മറ്റ് ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ആശാപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാനസിക ആരോഗ്യ പ്രഥമ ശുശ്രൂഷയുടെ പ്രാധാന്യവും ജീവനക്കാരുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനുള്ള മാർഗങ്ങളും ക്ലാസ്സിൽ വിശദീകരിച്ചു. മാനസികാരോഗ്യ ഉപദേശത്തിനായി ടെലിമാനസ ടോൾ ഫ്രീ നമ്പറായ 14416 ഏത് സമയത്തും വിളിക്കാവുന്നതുമാണ്. CPM പുന്നയൂർ നോർത്ത് ലോക്കൽ സമ്മേളനം നടത്തി. അകലാട് അൽസാക്കി മെഹന്തി ഗാർഡനിൽ നടന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, MR രാധാകൃഷ്ണൻ, ഷീജ പ്രശാന്ത്, AH അക്ബർ, TV സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി V സമീറിനെ വീണ്ടും തെരഞ്ഞെടുത്തു. ബുധനാഴ്ച വൈകിട്ട് എടക്കര മിനി സെന്ററിൽ നിന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയോടുകൂടി റെഡ് വോളണ്ടിയർ മാർച്ചും തുടർന്ന് പൊതുസമ്മേളനവും നടന്നു. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുന്നയൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി
സെക്രട്ടറി വി സമീർ അധ്യക്ഷത വഹിച്ചു. സി ജംഷീദ് അലി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. NK ഗോപി, MA വഹാബ്, TV സുരേന്ദ്രൻ, സുഹറ ബക്കർ, VK ഇർഷാദ്, സലീന നാസർ, ജിസ്ന ലത്തീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 40ാമത് തൃശൂർ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് നടന്നു. 100 കണക്കിന് പേർ പങ്കെടുത്ത ശക്തി പ്രകടനവും പൊതുസമ്മേളനവും ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. ടൗൺ ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ ജിനേഷ് ഗോപി നഗറിൽ നടന്ന പൊതുസമ്മേളനം മുൻ തൃശൂർ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല ആ ലെൻസിനെ എങ്ങനെ കൂടുതൽ സൗന്ദര്യാത്മകമായി ഒപ്പിയെടുക്കാം എന്നുള്ളത് നിങ്ങളുടെ ഒരു ബുദ്ധിയും നിങ്ങളുടെ ബ്രെയിൻ പവറിനൊരു വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ആത്മബന്ധുക്കളായി എന്നെ പോലെയുള്ള വിനോദ രൂപമുള്ളവർ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രഖ്യാപിക്കുകയാണ്. AKPA ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷനായി. സിനിമാ താരം VK ശ്രീരാമൻ വിശിഷ്ടാതിഥിയായി. AKPA സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ അധ്യക്ഷ സീതാ രവീന്ദ്രൻ ഉന്നത വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. സംസ്ഥാനതലത്തിൽ നടന്ന മത്സരങ്ങളുടെ വിജയികളെയും മറ്റ് വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ചവരെയും AKPA സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുഴി ആദരിച്ചു. ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനീഷ് പാമ്പൂർ, സംസ്ഥാന ഫോട്ടോ ക്ലബ് ചെയർമാൻ CG ടൈറ്റസ്, സംസ്ഥാന ഇൻഷുറൻസ് ചെയർമാൻ സജീവ് വസദിനി, സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സാന്ത്വനം ചെയർമാനുമായ KK മധുസൂദനൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ബിജു ആൽഫ, ലിജോ ജോസഫ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി ലെൻസ്മൻ, MP ഡെന്നി, ജില്ലാ PRO PN സുനിൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി PV ഷിബു സ്വാഗതവും ട്രഷറർ EB ജിതേഷ് നന്ദിയും പറഞ്ഞു. സമ്മേളനത്തോടനുബന്ധിച്ച് മിനി ഹാളിൽ ഫോട്ടോഗ്രഫി പ്രദർശനവും ട്രേഡ് ഫെയറും സംഘടിപ്പിച്ചു. നേരത്തെ ജില്ലയിലെ 14 മേഖലയിൽ നിന്നെത്തിയ 1000-ലധികം പ്രവർത്തകർ അണിനിരന്ന പ്രകടനം കുന്നംകുളം നഗരം കേന്ദ്രീകരിച്ച് നടന്നു. CCTV ന്യൂസ് കുന്നംകുളം. ലൈഫ് ഗുണഭോക്താക്കളെ വഞ്ചിച്ചുവെന്നും കെടുകാര്യ സ്ഥിതിയും അഴിമതിയും കൊണ്ട് വികസനം മുരടിപ്പിച്ചുവെന്നും ആരോപിച്ച് വെളിയങ്കോട് പഞ്ചായത്തിലേക്ക് CPM ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗം സുരേഷ് കാക്കനാത്ത് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PM ആറ്റുണ്ണി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ഏരമംഗലം ലോക്കൽ കമ്മിറ്റി അംഗം P അജയൻ, NK ഹുസൈൻ, സുനിൽ കാരാട്ടയിൽ, റിയാസ് പഴഞ്ഞി, T ഗിരിവാസൻ, P അശോകൻ, M പ്രകാശൻ, TH മുസ്തഫ തുടങ്ങിയവർ സംബന്ധിച്ചു. വെളിയങ്കോട് പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM നടത്തിയ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടൽ ഷംസു പറഞ്ഞു. വാർഷിക പദ്ധതി ഇനത്തിലുള്ള വികസന ഫണ്ടിന്റെ 2-3 ഗഡുക്കൾ ഇനിയും സർക്കാരിൽ നിന്ന് ലഭ്യമായിട്ടില്ല. ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ധനസഹായം നൽകുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. സർക്കാരിന് ലഭിക്കേണ്ട 2024-25 വാർഷിക പദ്ധതിക്ക് നമുക്ക് പഞ്ചായത്തിന് അനുവദിച്ച വികസന ഫണ്ടിൽ നിന്നും 2-3 ഗഡുക്കൾ ഇനിയും കിട്ടാനുണ്ട്. യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ ആയിരിക്കെ ഈ സമരം രാഷ്ട്രീയഭേദമാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സംസ്ഥാന ഭരണം കൈയാളുന്നവരാണ് സമരം ചെയ്ത പാർട്ടി. ഏത് അന്വേഷണവും നേരിടാൻ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് നൽകാൻ തയ്യാറാണ്. അത് തെളിയിക്കേണ്ട അഴിമതിയുണ്ട് എന്ന് പറഞ്ഞവർ തെളിയിക്കേണ്ട ബാധ്യത അവർക്ക് കൂടിയുണ്ട് എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന് തെരഞ്ഞെടുത്തത് പ്രശസ്ത കലാകാരൻ അസ്ലം തിരൂരിന്റെ ലോഗോ. തിരൂർ തൂമരക്കാവ് ALP സ്കൂൾ റിട്ടയർഡ് അറബിക് അധ്യാപകനായ അസ്ലം രൂപകൽപ്പന ചെയ്ത ലോഗോയാണ് 30ഓളം എൻട്രികളിൽ നിന്ന് തെരഞ്ഞെടുത്തത്. ചിത്രരചന, ലോഗോ രൂപകൽപ്പന, കവിത, മാപ്പിള ഗാനരചനാ രംഗങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് അസ്ലം. രേഖാചിത്രങ്ങൾ കൂടാതെ ജലഛായത്തിലും അക്രിലിക്, എണ്ണച്ചായം തുടങ്ങിയ വ്യത്യസ്ത മാധ്യമങ്ങൾ ഉപയോഗിച്ചും ചിത്രരചന നടത്തുന്നതിൽ അസ്ലം മികവ് തെളിയിച്ചിട്ടുണ്ട്. 2013 ഓൾ കേരള കിൻഡർ ഫെസ്റ്റ് ലോഗോ, 2017 കണ്ണൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ ലോഗോ, നിരവധി തവണ ജില്ലാ, സബ് ജില്ലാ കലോത്സവ, ശാസ്ത്രോത്സവ ലോഗോകൾ, KATF, KSTU തുടങ്ങിയ അധ്യാപക സംഘടനകളുടെ സംസ്ഥാന സമ്മേളനങ്ങൾക്കും തുടർച്ചയായ വർഷങ്ങളിൽ ലോഗോ രൂപകൽപ്പന ചെയ്തു. മലയാളം അധ്യാപകരുടെ കൂട്ടായ്മയായ തിരൂർ മലയാളം ലോഗോ 2018 കണ്ണൂരിൽ വെച്ച് നടന്ന നാഷണൽ സ്കൂൾ ഗെയിംസ് തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് ലോഗോ തുടങ്ങി ജില്ലാ, സംസ്ഥാന കലോത്സവങ്ങൾക്കും കായികോത്സവങ്ങൾക്കും നിരവധി സ്ഥാപനങ്ങൾക്കു വേണ്ടിയും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള വിദ്യാലയങ്ങൾക്കു വേണ്ടിയും ലോഗോ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പാഠപുസ്തകങ്ങൾക്കു വേണ്ടിയും അസ്ലം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. കരകൗശല വിദഗ്ധയായ ഷബ്ന മഹ്റയാണ് ഭാര്യ. ജസീം അസ്ലം മകനാണ്. CCTV ന്യൂസ് കുന്നംകുളം.
എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭയും അനുമോദനവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യനീതി വകുപ്പ് സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് യുവകലാ പ്രതിഭകളുടെ സംസ്ഥാന ആർട്ട് ഗ്രൂപ്പ് റിഫ്രാൽ അംഗത്വം കിട്ടിയ കുട്ടഞ്ചേരി 4-ാം വാർഡ് ചീനിക്കുണ്ടിൽ വീട്ടിൽ CV അർജുൻ, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 11-ാം വാർഡ് 21 നമ്പർ അംഗൻവാടി വിദ്യാർത്ഥി ലൂക്ക ജെയ്സൺ എന്നിവരെ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ഉപഹാരം നൽകി ആദരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ MK ജോസ്, ES സുരേഷ്, NP അജയൻ, MC ഐജു, PK മാധവൻ, KB ബബിത, സ്വപ്ന പ്രദീപ്, മേഘി അലൂഷ്യസ്, റീന വർഗീസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. നിങ്ങളുടെ അതിനനുസരിച്ചുള്ള തൊഴിൽ സാധ്യത രൂപപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശം ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. നിങ്ങൾക്ക് എന്ത് തൊഴിലെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ആകെ പറയാനായില്ലെങ്കിൽ നിങ്ങളുടെ ക്ലസ്റ്ററുകളിൽ അവിടെ ഒന്നുകൂടി നിങ്ങൾ കൂടിയാലോചിക്കണമെങ്കിൽ കൂടിയാലോചിക്കുകയോ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് വഴി ചർച്ച ചെയ്ത് ഇന്ന ആളുകൾക്ക് ഇന്ന തൊഴിലിനുള്ള സൗകര്യം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ക്ഷേമ കോർപ്പറേഷൻ ഉണ്ട്, പഞ്ചായത്ത് കൂടി ചേർന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി തൊഴിൽ സാധ്യതയെ കൂടുതൽ കാണാം. സമയമാം യമുനയോ പിറകിലേക്കൊഴുകിയോ മധുരമണിനാദം. മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന കേന്ദ്രമായ തിരുവത്ര പുത്തൻ കടപ്പുറത്ത് ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കണമെന്ന് CPM തിരുവത്ര ലോക്കൽ സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു. നഗരസഭാ പ്രദേശത്ത് സർക്കാർ തീരുമാനിച്ച താങ്ങുവില ലഭ്യമാക്കാൻ നാളികേര സംഭരണ കേന്ദ്രം ഉണ്ടാക്കണമെന്നും കനോലി കനാലിൽ വിനോദസഞ്ചാരം വികസിപ്പിക്കുന്നതിന് നടപടി ഉണ്ടാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. 2 ദിവസമായി തിരുവത്ര മുട്ടിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി ചേർന്ന പ്രതിനിധി സമ്മേളനം CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും LDF ജില്ലാ കൺവീനറുമായ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. TM ഹനീഫ, PK രാധാകൃഷ്ണൻ, പ്രസന്ന രണദിവെ, KV അഷ്റഫ് ഹാജി എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗവും ഗുരുവായൂർ നഗരസഭാ ചെയർമാനുമായ M കൃഷ്ണദാസ്, ഗുരുവായൂർ MLA NK അക്ബർ, ഏരിയ കമ്മിറ്റി അംഗവും ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സണുമായ ഷീജ പ്രശാന്ത്, ഏരിയ കമ്മിറ്റി അംഗവും മുൻ ചാവക്കാട് നഗരസഭാ ചെയർമാനുമായ MR രാധാകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി അംഗവും വൈസ് ചെയർമാനുമായ KK മുബാറക്, KH സലാം, MG സഹദേവൻ, KR ആനന്ദൻ, PS മുനീർ, TM ഷഫീഖ്, TM ദിലീപ് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി KH സലാമിനെ തെരഞ്ഞെടുത്തു. ഡിസംബർ 1 നടക്കുന്ന പൊതുസമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സോഫിയ മെഹറിൻ ഉദ്ഘാടനം ചെയ്യും. CCTV ന്യൂസ് ചാവക്കാട്. കുന്നംകുളം കുറുക്കൻപാറയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടത്തിൽ ചാവക്കാട് സ്വദേശിക്ക് പരിക്കേറ്റു. ചാവക്കാട് പുന്ന സ്വദേശി 23 വയസ്സുള്ള മനീഷിനാണ് പരിക്ക്. ബുധനാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് അപകടം. കുന്നംകുളം ഭാഗത്തുനിന്ന് ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കുന്നംകുളം ദയാർ ഓയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പുന്നയൂർക്കുളം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടത്തിയ കുട്ടികളുടെ ഹരിതസഭ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തയിൽ മൂസ, സുജിത തുടങ്ങി പഞ്ചായത്ത് മെമ്പർമാരും വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ അധ്യാപകരും ആശംസകൾ നേർന്ന് സംസാരിച്ചു. പഞ്ചായത്തിലെ 13 സ്കൂളുകളിൽ നിന്നായി കുട്ടികളുടെ നേതൃത്വത്തിൽ റിപ്പോർട്ടുകളും ബോധവൽക്കരണ വീഡിയോ ഡോക്യുമെന്ററികളും ഹരിതസഭയിൽ അവതരിപ്പിച്ചു. പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും സ്കൂളിന് ട്രോഫിയും സമ്മാനിച്ചു. IRTC കോർഡിനേറ്റർ ബബിത, RGSA തീമറ്റിക് എക്സ്പെർട്ട് ANCP ആൻഡോ, ബ്ലോക്ക് കോർഡിനേറ്റർ R ശാന്തി കൃഷ്ണ, ഹരിതകർമ്മസേനാംഗങ്ങളായ MC ബിബിത, ബിന്ദു വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് ഹരിത മിഷൻ അംബാസഡർ കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് തഫ്സീറിനെ ചടങ്ങിൽ ആദരിച്ചു. CCTV ന്യൂസ് പുന്നയൂർക്കുളം.
ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയൂസ് തോമസ് പ്രഥമൻ ബാവയുടെ 30ാം ഓർമ്മ ദിനം വെള്ളിയാഴ്ച ആചരിക്കും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് പ്രഭാത പ്രാർത്ഥനയും 7:30 വിശുദ്ധ കുർബാനയും ഭാവി അനുസ്മരിച്ച് ധൂപപ്രാർത്ഥന, നേർച്ച വിളമ്പൽ എന്നിവ നടക്കും. ഒക്ടോബർ 31 ആണ് ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻ മോർ ബസേലിയൂസ് തോമസ് പ്രഥമൻ ബാവ കാലം ചെയ്തത്. തുടർന്ന് നവംബർ 2 ശ്രേഷ്ഠ കാതോലിക്ക തോമസ് പ്രഥമൻ ബാവയെ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലെ മോർ അത്താനേഷ്യസ് കത്തീഡ്രലിൽ അടക്കം ചെയ്തു. വെള്ളിയാഴ്ച ശ്രാദ്ധദിന ഓർമ്മയുടെ ഭാഗമായി യാക്കോബായ സുറിയാനി സഭയുടെ എല്ലാ പള്ളികളിലും ശ്രാദ്ധദിന ഓർമ്മ ആചരിക്കുന്നുണ്ട്. ഡിസംബർ 9 പുത്തൻകുരിശിൽ നടക്കുന്ന ബാവയുടെ 41ാം ശ്രാദ്ധദിനത്തിൽ ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മോറോൻ മോർ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ പങ്കെടുക്കും. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. SSLC പരീക്ഷയിൽ മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. വാർഡ് കൗൺസിലർ ജ്യോതി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ P. സീന, പ്രധാനാധ്യാപിക CP ലിജ, PTA പ്രസിഡന്റ് TS ഷെനിൽ, MS പരമേശ്വരൻ, KK ഗോവിന്ദദാസ്, PV ബദറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കലാകിരീടത്തിൽ മുത്തമിട്ടതിന്റെ ആഹ്ലാദം പങ്കുവെച്ച് പാറന്നൂർ സെന്റ് തോമസ് UP സ്കൂൾ വിദ്യാർത്ഥികൾ നവംബർ 18, 19, 20, 21 തീയതികളിലായി നടന്ന കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ അറബി സാഹിത്യോത്സവത്തിലെ UP വിഭാഗം വിജയികളായ പാറന്നൂർ സെന്റ് തോമസ് UP സ്കൂൾ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി. വിദ്യാലയത്തിൽ ആരംഭിച്ച പ്രകടനം പാറന്നൂരിന്റെ ഗ്രാമവീഥികൾ ചുറ്റി വിദ്യാലയമുറ്റത്ത് തിരിച്ചെത്തി സമാപിച്ചു. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ ചൂണ്ടൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, സ്കൂൾ മാനേജർ ഡോക്ടർ TC പീറ്റർ, പ്രധാന അധ്യാപകൻ ഡെന്നി ഡേവിഡ്, PTA പ്രസിഡന്റ് OA ഷാജി എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പോർക്കുളം പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിത ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലുള്ള സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. ഗ്രാമസഭയ്ക്ക് മുന്നോടിയായി നടത്തിയ ശുചിത്വ സർവേയുടെ റിപ്പോർട്ട് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചിത്രരചന, പ്രബന്ധരചന മത്സരങ്ങളുടെ സമ്മാനദാനവും പ്രസിഡന്റ് നിർവഹിച്ചു. ഗ്രാമസഭയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷയായ ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷ അഖില മുകേഷ്, പഞ്ചായത്ത് അംഗം രേഖ ജയരാമൻ, അധ്യാപകരായ സജു വർഗീസ്, ബിൻസി, നിംന ജോൺ, ബെൻസൺ ബാബു, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിസ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കടവല്ലൂർ പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിത ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പരിധിയിലുള്ള സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. ഗ്രാമസഭയ്ക്ക് മുന്നോടിയായി നടത്തിയ ശുചിത്വ സർവേയുടെ റിപ്പോർട്ട് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പ്രഭാത് മുല്ലപ്പള്ളി, ജയൻ പുളിക്കൽ, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ഹരിതകർമ്മസേന പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ, സ്കൂൾ അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. CPM ചിറ്റാറ്റുകര ലോക്കൽ സമ്മേളനം സമാപിച്ചു. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കഴിഞ്ഞ 2 ദിവസങ്ങളായി സംഘടിപ്പിച്ച CPM ചിറ്റാറ്റുകര ലോക്കൽ സമ്മേളനം, റെഡ് വളണ്ടിയർ മാർച്ച്, പ്രകടനം, പൊതുസമ്മേളനം എന്നിവയോടെയാണ് സമാപിച്ചത്. 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രകടനം ചിറ്റാറ്റുകര കിഴക്കേത്തലയിൽ സജ്ജമാക്കിയ കോടിയേരി ബാലകൃഷ്ണ നഗറിലെത്തി സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് അധ്യക്ഷനായി. മണലൂർ ഏരിയ സെക്രട്ടറി CK വിജയൻ, TK ചന്ദ്രൻ, ആഷിഖ് വലിയകത്ത്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BR സന്തോഷ്, ജിയോ ഫോക്സ് എന്നിവർ സംസാരിച്ചു. PS ഷൈൻ, CF രാജൻ, തുളസി രാമചന്ദ്രൻ, ലതി വേണുഗോപാൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി റെഡ് വളണ്ടിയർ മാർച്ചും നടന്നു. വെള്ളിത്തിരുത്തി ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ 28ാമത് വാർഷിക കായികമേള സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ CV ലൈജുമോൻ സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. ബദനി സ്കൂളുകളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC വിദ്യാർത്ഥികളുടെ മാർച്ചിംഗ് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയും സ്കൂൾ പതാക ഉയർത്തുകയും ചെയ്തു. സ്കൂൾ പ്യൂപ്പിൾ ലീഡർ പ്രണവ് പ്രദീപ്, ഹൗസ് ക്യാപ്റ്റന്മാർ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. SHO CV ലൈജുമോൻ ഒളിമ്പിക്സ് ദീപശിഖ തെളിയിച്ചു. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OIC, PTA പ്രസിഡന്റ് മുരളി വെള്ളിത്തുരുത്തി എന്നിവർ സംസാരിച്ചു. MD കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ മാത്യു ഐസക്, ബദനി സെന്റ് ജോൺ സ്കൂളിലെ കായികാധ്യാപകരായ ജിഷ്ണു VM, ഫെറിക് ജോർജ് പീറ്റർ, PTA എക്സിക്യൂട്ടീവ് മെമ്പർ വിഷ്ണു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ് സ്വാഗതവും
വൈസ് പ്രിൻസിപ്പൽ രാധാമണി സി നന്ദിയും പറഞ്ഞു. വിവിധ ഹൗസുകളുടെ നേതൃത്വത്തിൽ മാർച്ചിംഗ് പരേഡും മാസ് ഡ്രിൽ, എയറോബിക് ഡാൻസ്, പഞ്ചഗുസ്തി, ഡോഡ്ജ് ബോൾ എന്നിവയും പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾ ഡ്രിൽ ഡിസ്പ്ലേയും അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി വിവിധയിനം കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. കായികാധ്യാപകരായ ഷാൻഡി പി ഡി, സനൂപ് സാമുവൽ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, വേലൂർ. കടവല്ലൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതായി പരാതി. ഹക്കികാവ് പഴഞ്ഞി റോഡിൽ കോട്ടോൾ സെന്റർ വരെയും പെരുമ്പിലാവ് ജംഗ്ഷൻ അൻസാർ ആശുപത്രിക്ക് സമീപം കൊരട്ടിക്കര പ്രിയദർശിനി സ്റ്റോപ്പ്, പെരുമ്പിലാവ് പഴയ ചന്ത റോഡ് എന്നീ ഇടങ്ങളിലാണ് വലിയ തോതിൽ തെരുവുനായകൾ രാത്രികാലങ്ങളിൽ തമ്പടിക്കുന്നത്. വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നത് രാത്രികാലങ്ങളിലെ സ്ഥിരം കാഴ്ചയാണ്. രാവിലെ മദ്രസകളിലും സ്കൂളുകളിലും പോകുന്ന വിദ്യാർത്ഥികൾ ഏറെ ഭയത്തോടു കൂടിയാണ് നടക്കുന്നതെന്ന് രക്ഷിതാക്കളും നാട്ടുകാരും പറഞ്ഞു. തെരുവുനായ്ക്കളുടെ വലിയ ആക്രമണം ഉണ്ടാകുന്നതിന് മുൻപ് ഇവയെ പിടികൂടാൻ ആവശ്യമായ നടപടികൾ ഉടൻ പഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മൂക്കുതല കണ്ണേങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വർഷം തോറും നടത്തിവരുന്ന അയ്യപ്പൻ വിളക്ക് ഭക്തിസാന്ദ്രമായി. പാലക്കുമ്പെഴുന്നള്ളിപ്പ് ശ്രീ രക്തേശ്വരം ശിവക്ഷേത്ര സന്നിധിയിൽ നിന്നും താലത്തിന്റെ അകമ്പടിയോടെ വാര്യർമൂല മേലേക്കാവ് വഴി അയ്യപ്പൻ വിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു. ഗണപതി ഹോമം, ഉഷപൂജയ്ക്ക് ശേഷം അയ്യപ്പസ്വാമിയെ കുടിയിരുത്തൽ, ശേഷം പ്രസാദഊട്ടും നടന്നു. വൈകിട്ട് ദീപാരാധന, ഭജന, ഉടുക്കുപാട്ട്, പുലർച്ചെ 2 മണിക്ക് പാൽക്കുടം എഴുന്നള്ളിപ്പും കനലാട്ടവും വെട്ടും തടയും ഗുരുതി തർപ്പണത്തോടെ വിളക്കിന് സമാപനമായി. മൂക്കുതല ഗോവിന്ദൻകുട്ടി ആശാൻ സ്മാരക വിളക്ക് സംഘമാണ് നേതൃത്വം നൽകിയത്. അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് കലവറ നിറയ്ക്കലും അഖണ്ഡനാമജപ യജ്ഞവും കർപ്പൂരാഴിയും നടത്തിയിരുന്നു. പാലക്കുമ്പെഴുന്നള്ളിപ്പിന് നിരവധി ഭക്തർ എത്തിച്ചേർന്നു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. വേലൂർ ഞാലിക്കര ഓയറ്റ് പബ്ലിക് സ്കൂളിലെ 19ാം വാർഷിക കായികമേള നടന്നു. എരുവപ്പടി സബ് ഇൻസ്പെക്ടർ KM ജബ്ബാർ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ സുമ അച്യുതൻ വർണ്ണാഭമായ മാർച്ച് പാസ്റ്റിനെ സല്യൂട്ട് സ്വീകരിച്ചു. എരുവപ്പടി സർക്കിൾ ഇൻസ്പെക്ടർ CV ലൈജുമോൻ, സ്കൂൾ കോർഡിനേറ്റർ അനു നായർ കൈമാറിയ ദീപശിഖ ജ്വലിപ്പിച്ചു. സ്കൂൾ ഹെഡ് ഗേൾ VS ആഷ്വിയയും ഹൗസ് ക്യാപ്റ്റന്മാരും കായിക ദിനത്തിലെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PTMA സെക്രട്ടറി അഞ്ജു കണ്ണൻ, സുമ, ആഷ്മി, എരുവപ്പട്ടി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ അമൽ പൗലോസ്, വിനോദ് C, PTMA ജോയിന്റ് സെക്രട്ടറി സിമി, PT മാസ്റ്റർ അലക്സൺ എന്നിവർ സംബന്ധിച്ചു. പഴഞ്ഞി MD കോളേജ് NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 76ാമത് NCC ദിനാചരണത്തിന്റെ ഭാഗമായി ഒരു കരുണയുടെ കൈത്താങ് എന്ന പേരിൽ പൊതിച്ചോറ് വിതരണം സംഘടിപ്പിച്ചു. ഡോക്ടർ ബെൻസൺ CC, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റെജിമോൻ എന്നിവർ NCC ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. കുന്നംകുളത്ത് റോഡരികിൽ താമസിക്കുന്നവർക്കും വിശന്നിരിക്കുന്നവർക്കും മേജർ സ്റ്റൈജു, അസോസിയേറ്റ് NCC ഓഫീസർ ഡോക്ടർ ബെൻസൺ CC, സീനിയർ അണ്ടർ ഓഫീസർ അഭിനവ് KP തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 70ഓളം പൊതിച്ചോറുകൾ വിതരണം ചെയ്തു. എരുവപ്പട്ടി പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിത ഗ്രാമസഭ സംഘടിപ്പിച്ചു. സ്കൂളിൽ നിന്ന് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളും അധ്യാപകരും NSS വളണ്ടിയർമാരും പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ മുഖ്യാതിഥിയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർ MK ജോസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ് മാസ്റ്റർ, കില റിസോഴ്സ് പേഴ്സൺ NG മോഹനൻ, പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി VM ഹുസൈൻ എന്നിവർ സംസാരിച്ചു. മരത്തങ്കോട് മേരിമാത ദേവാലയത്തിൽ തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജീവകാരുണ്യ ഫണ്ട് ശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി വെഞ്ചിരിപ്പ് നിർവഹിച്ചു. ജനറൽ കൺവീനർ റോയക്കര, കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, തോമസ് ചക്രമാക്കിൽ, ജോസ്, ജാർലി റോബർട്ട്, രഞ്ജി മണ്ടുബാൾ, ജെയിംസ് വളക്കൻ എന്നിവർ നേതൃത്വം നൽകി. ആദൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. തോന്നലൂർ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താളത്തിന്റെയും വാദ്യമേളത്തിന്റെയും ഉടുക്കുപാട്ടിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. പെരിങ്ങണ്ടിയൂർ നന്ദനും സംഘവുമായിരുന്നു വിളക്ക് യോഗക്കാർ. തുടർന്ന് അന്നദാനം ഉണ്ടായി. കടപ്പുറം പഞ്ചായത്തിൽ 2024-2025 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ പദ്ധതിയുടെ ആദ്യഘട്ട വിതരണം നടന്നു. ആകെ 500 പേർക്ക് 5 കോഴിക്കുഞ്ഞുങ്ങളെ വീതം നൽകുന്ന ഈ പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ 160 പേർക്ക് 5 കോഴിക്കുഞ്ഞുങ്ങളെ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 800 കോഴിക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. മൃഗസംരക്ഷണം വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ AV അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പ്രസന്ന ചന്ദ്രൻ, കടപ്പുറം പഞ്ചായത്ത് വെറ്റിനറി സർജൻ ഡോക്ടർ സെബി, മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ്, വെറ്റിനറി അസിസ്റ്റന്റ് ഫസൽ എന്നിവർ സംസാരിച്ചു.
കടവലൂർ വടക്കുമുറി ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി. ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കടവലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന് ഉടുക്കുംപാട്ടും താലമേന്തിയ നൂറുകണക്കിന് മാളികപ്പുറങ്ങൾ അകമ്പടിയായി. വടക്കുമുറി വിളക്ക് പന്തലിൽ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് സമാപിച്ച ശേഷം അന്നദാനം നടന്നു. തുടർന്ന് വിളക്കുപാട്ട്, തിരിയൊഴിച്ചൽ, വെട്ടിത്തട, കനലാട്ടം എന്നിവ ഉണ്ടായി. മരത്തങ്കോട് മഠാധിപതിയായിരുന്ന ജ്യോതിപ്രകാശിന്റെ മകനും സംഘവുമായിരുന്നു വിളക്ക് യോഗക്കാർ. വടക്കുമുറി ദേശവിളക്ക് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. കുന്നംകുളം സ്മൃതിപഥം ഡിമൻഷ്യ കെയർ സെന്ററിൽ മറവി രോഗബാധിതർക്കായി മെമ്മറി ക്ലിനിക്ക് നടത്തി. സൗജന്യ മറവി രോഗ പരിശോധനയും ഷുഗർ, പ്രഷർ എന്നിവയുടെ പരിശോധനകളും ഉണ്ടായി. കുടുംബ പരിചാരകർക്കായി ഡയപ്പർ ഉപയോഗത്തിനെക്കുറിച്ച് സ്ഥാപനത്തിലെ ഡിമൻഷ്യ കെയർ സോഷ്യൽ വർക്കറും അഡ്മിനിസ്ട്രേറ്ററുമായ OP സുരേഷ് കുമാർ ക്ലാസ് നയിച്ചു. മെമ്മറി ക്ലിനിക്കിൽ 23 മറവി രോഗബാധിതരും കുടുംബാംഗങ്ങളും അടക്കം 53 പേർ പങ്കെടുത്തു. കേരള ബാർ കൗൺസിൽ ഡിസിപ്ലിനറി കമ്മിറ്റി അംഗമായി അഡ്വക്കേറ്റ് ജൂലി ജോർജിനെ തെരഞ്ഞെടുത്തു. ചാവക്കാട് ബാറിലെ അഭിഭാഷകയാണ് ജൂലി. പുന്നൂർക്കുളം മണ്ടത്തോട് തക്വ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേള പ്രദർശനം കൗതുകമായി. സ്കൂളിൽ നടത്തിയ മേള തൗഫിക് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി MA റഷീദ് ഉദ്ഘാടനം ചെയ്തു. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബിക് ഭാഷാ പ്രവർത്തനങ്ങളും കായികോപകരണങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. ട്രസ്റ്റ് അംഗങ്ങളായ V മായിൻകുട്ടി, സക്കറിയ, തക്വ അഡ്മിനിസ്ട്രേറ്റർ അഷ്റഫ് മണ്ണഞ്ചേരി, പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ, അഡ്മിനിസ്ട്രേറ്റർ KH മുഹമ്മദ് സലീം, അധ്യാപകരായ ഷൈനി, ജിസി എന്നിവർ സംസാരിച്ചു. മലർവാടി ബാലസംഘം സംഘടിപ്പിക്കുന്ന സംസ്ഥാന ബാലചിത്രരചന മഴവില്ല ഏരിയ മത്സരം നവംബർ 30 അൻസാർ വുമൻസ് കോളേജ് ക്യാമ്പസിൽ നടക്കും. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് പ്രശസ്ത ചിത്രകാരൻ തുളസിദാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. മലർവാടി ഏരിയ കോർഡിനേറ്റർ അബ്ദുൽ ഫത്താഹ് അധ്യക്ഷത വഹിക്കും. നഴ്സറി തലം മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 4 കാറ്റഗറികളായിട്ടാണ് മത്സരങ്ങൾ നടക്കുക. രാവിലെ 9 മുതൽ മത്സരത്തിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കും. രജിസ്റ്റർ ചെയ്യാനും അന്വേഷണങ്ങൾക്കും 70 34 170 690, മറ്റൊരു നമ്പർ 90 37 22 66 10 എന്നീ നമ്പറുകൾ ബന്ധപ്പെടാവുന്നതാണ്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7065 രൂപ, സ്വർണം പവന് 56,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 96 രൂപ. ചർമ്മം. കടവലൂർ വലിയ പീടികയിൽ കുഞ്ഞുമോൻ ഹാജി നിര്യാതനായി. 86 വയസ്സായിരുന്നു. ദീർഘകാലം കടവലൂർ സെൻട്രൽ ജുമാ മസ്ജിദ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിരുന്നു. ഖബറടക്കം കോട്ടൂൽ സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഫാത്തിമ ഭാര്യയാണ്. റസാഖ്, ആയിഷ, നാസർ എന്നിവർ മക്കളാണ്. കോട്ടപ്പടി തരകൻ ജോണി മകൻ അബ്നർ നിര്യാതനായി. 34 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്ക് കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. റോസിലി മാതാവും അനുരോജ് സഹോദരനുമാണ്. ചാവക്കാട് ബ്ലാങ്ങാട് കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിനടുത്ത് പടിയത്ത് നിതാബായ് നിര്യാതയായി. 56 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്ക് നടന്നു. ചക്കാണ്ടൻ പ്രഭാകരൻ ഭർത്താവും ശ്രുതി, പ്രതിഭ, ദേവിക എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി ചീരൻ വീട്ടിൽ പരേതനായ ജോർജ് ഭാര്യ ലില്ലി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയ പള്ളി സെമിത്തേരിയിൽ നടക്കും. സ്റ്റെല്ല, സില്ല എന്നിവർ മക്കളാണ്. വെള്ളാട്ടഞ്ഞൂർ വെള്ളാത്ത് കുഞ്ഞുകുട്ടിയമ്മ നിര്യാതയായി. 91 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ചെറുതുരുത്തി ശാന്തിതീരം ശ്മശാനത്തിൽ നടക്കും. പരേതനായ പള്ളിപ്പുറത്ത് നാരായണ നായരാണ് ഭർത്താവ്. ശാന്ത, ശങ്കരനാരായണൻ, രവി, ഹരിദാസൻ, പരമേശ്വരൻ, ജയകുമാർ എന്നിവർ മക്കളാണ്. ചമ്മന്നൂർ A1 റോഡിൽ താമസിക്കുന്ന 8ാം തറയിൽ കബീർ ഹാജി നിര്യാതനായി. 70 വയസ്സായിരുന്നു. ഖബറടക്കം വെള്ളിയാഴ്ച ചമ്മന്നൂർ പള്ളി ഖബർസ്ഥാനിൽ നടക്കും. റുക്കിയയാണ് ഭാര്യ. ഷാജു, ഫാസിൽ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരിയിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. വിരുപ്പാക്ക സ്വദേശി ഷെരീഫാണ് മരിച്ചത്. ജില്ലയിൽ സമാന രീതിയിലുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ദേശീയപാത 66 മണത്തല അയിനിപ്പുള്ളിയിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയിലെ താൽക്കാലിക ഡിവൈഡറിലിടിച്ച് 3 പേർക്ക് പരിക്ക്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. റേഷൻ കാർഡ് മസ്റ്ററിങ്ങിന് ഇനി 2 നാൾ മാത്രം. മസ്റ്ററിംഗ് നടത്താത്തവർക്ക് റേഷൻ കാർഡുകളിലെ പേരും വിഹിതവും നഷ്ടപ്പെട്ടേക്കും.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.